മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ശ്രീ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16:13 പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 2 പേര് ദമ്പതികളാണ്. അവർ പ്രാർത്ഥിക്കുവാൻ വന്നു. അവർക്ക് വിദേശത്ത് പോകണമെന്നുണ്ട്. പക്ഷെ ആ പരീക്ഷ പാസ്സാകുന്നു. ഒരു കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പാസ്സാകുന്നു. ഒരു ചോദ്യം ചോദിച്ചു, മക്കൾ എത്ര പേരുണ്ട്? ആരുമില്ല. അപ്പോൾ ഭർത്താവ് വിശദീകരിച്ചു, വിദേശത്ത് എന്നിട്ട് മക്കളാകാം എന്ന് വിചാരിച്ച് ഞങ്ങള് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അത് ശരിയല്ലല്ലോ. നിങ്ങളിലൂടെ ഇവിടെ കടന്നു വരേണ്ട ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചു. ദൈവത്തിന്റെ പദ്ധതിയുടെ എതിരായിട്ടാണ് നിങ്ങൾ നീങ്ങുന്നത്. അവിടെ നിങ്ങള് ദൈവം ഒരാളെ തരുകയാണെങ്കിൽ അയാളെ സ്വീകരിക്കും. സൈഡ് ബൈ സൈഡായിട്ട് പഠിച്ചോ, പരീക്ഷ എഴുതിക്കോ, ഞാൻ പ്രാർത്ഥിക്കും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് സ്വന്തം പദ്ധതികളിലൂടെ നേട്ടങ്ങൾ നേടുവാൻ പരിശ്രമിക്കരുത്. അവരെളിമയോടെ സമ്മതിച്ചു. അവരെ ഗർഭം തിരിച്ച് ഇരിക്കുന്ന അവസരത്തിൽ അവർക്ക് പരീക്ഷയിൽ പാസ്സാകാൻ കഴിഞ്ഞു. അതിനുശേഷം പ്രസവ സമയത്തിന് ശേഷം പുറത്തേക്ക് പോകുവാൻ അവർക്ക് അനുവാദം ലഭിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയെ നമ്മൾ തകിടം മറിച്ചിട്ടല്ല നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കണം. സത്യത്തിന്റെ പൂർണ്ണത ആത്മാവ് നമുക്ക് നൽകുക. ആ ബോധ്യത്തോടെ നമ്മുടെ കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കും. അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും എന്നേക്കും.